ദിവസം KLF-ൽ ഭാഗ്യലക്ഷ്മിയും പാർവതി തിരുവോത്തും തമ്മിലൊരു ക്ലാഷ് ഉണ്ടായിരുന്നു. WCC ആണ് ഇപ്പോൾ എല്ലാവരുടെയും മുമ്പിലെ വില്ലൻ. മലയാള സിനിമയിലെ ഏറ്റവും മോശപ്പെട്ട സംഘടന എന്ന് വെച്ചാൽ WCC ആണ് എന്നാണ് പൊതുവെ പരക്കെ അഭിപ്രായം. ഈ അഭിപ്രായം വരുന്നതാണെന്നാണ്. അതായത് ഗീതു മോഹൻദാസിൻ്റെ ഒരു പുതിയ സിനിമ ടോക്സിക് എന്ന് പറയുന്ന ഒരു സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങി. ആ ട്രെയിലർ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അതിൽ ഒരു ഐറ്റം ഡാൻസ് പോലത്തെ ഒരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ ഐറ്റം ഡാൻസ് എന്ന് മാത്രമല്ല, ഒരു അല്പവസ്ത്രധാരണിയായ ഒരു സ്ത്രീയുടെ ദേഹത്തേക്കും വൈനോ മറ്റോ ഒഴിക്കുന്നൊരു വിഷ്വലാണ് അതിൽ കാണിക്കുന്നത്, ഒരു ഡാൻസിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ കസബ എന്ന സിനിമയുടെ സംവിധായകൻ ഇതിനെ പരിഹസിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും ഒരു പോസ്റ്റ് ഇട്ടു. അതായത് മുൻപ് കസബ സിനിമയെക്കുറിച്ച് പാർവതി തിരുവോത്ത് എന്തോ പറയാൻ തുടങ്ങുമ്പോൾ ടെലിറ്റ് സെയ്റ്റ് എന്നോ മറ്റോ പറഞ്ഞ് ഗീതു മോഹൻദാസ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ദൃശ്യമുണ്ട്. അപ്പോൾ അതേ ഗീതു മോഹൻദാസ്, കസബ സിനിമ നമുക്കറിയാം, കസബ സിനിമയിലെ മമ്മൂട്ടിയുടെ നായക കഥാപാത്രം സ്ത്രീവിരുദ്ധനായ ഒരു കഥാപാത്രമാണ്. അപ്പോൾ ആ സ്ത്രീവിരുദ്ധനായ കഥാപാത്രം സ്ത്രീകളോട് പെരുമാറുന്ന രീതിയിൽ അത്തരം സിനിമകൾ ഇറക്കാൻ പാടില്ല, അത് മോശമാണ് എന്നാണ് WCCയുടെ അഭിപ്രായം എന്നാണ് അന്ന് പാർവതി തിരുവോത്തും ഗീതു മോഹൻദാസും പറയാനോ പറയാതിരിക്കാനോ ഒക്കെ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ അഭിപ്രായമുള്ള ഒരാൾ എടുക്കുന്ന സിനിമയിൽ ഇത്തരം സ്ത്രീവിരുദ്ധങ്ങൾ പാടുമോ എന്നാണ് ചോദ്യം. ഇതൊരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതൊരു സിനിമയിൽ സ്ത്രീവിരുദ്ധം, ഇപ്പോൾ ഉദാഹരണത്തിന് ദേവാസുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന ക്യാരക്ടർ സ്ത്രീവിരുദ്ധനാണ്, ഫ്യൂഡൽ തെമ്മാടിയാണ്. ഒരർത്ഥത്തിൽ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു വില്യനസ് ക്യാരക്ടറാണ്. അപ്പോൾ അയാൾ പറയുന്നതെല്ലാം എന്താണ്, സ്ത്രീവിരുദ്ധതയാണ്, ഫ്യൂഡലാണ്, അതുകൊണ്ട് റിഗ്രസീവാണ് എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ വിമർശിക്കാം. അത്തരം സിനിമകൾ തെറ്റായ സന്ദേശം സമൂഹത്തിൽ കൊടുക്കുന്നു പറയാം. പക്ഷെ ഒരു ആർട്ട് എക്സ്പ്രഷൻ എന്ന നിലയിൽ അത് പാടില്ല എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരു ക്യാരക്ടർ സ്ത്രീവിരുദ്ധമാണ്, അല്ലെങ്കിൽ ഒരു രംഗം സ്ത്രീവിരുദ്ധമാണ്, ഒരു സിനിമ സ്ത്രീവിരുദ്ധമാണ് എന്ന് നമ്മളെങ്ങനെയാണ് ജഡ്ജ് ചെയ്യുക? ആ ജഡ്ജ് ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ആ സിനിമയിലൂടെ സംവിധായകൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആ സിനിമയിൽ എൻറ്റയർ ക്യാരക്ടേഴ്സ് സ്ത്രീവിരുദ്ധമായിട്ടാണോ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുള്ളത്, ആ സിനിമയുടെ ടോട്ടൽ സന്ദേശം അങ്ങനെയാണോ, ഇവർ മുമ്പെടുക്കുന്ന സിനിമകളിലും ഇങ്ങനെ തന്നെയാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയിട്ടാണ് നമ്മളതിനെ ജഡ്ജ് ചെയ്യാൻ പറ്റുക. അതർവൈസ് ഒരു സിനിമയുടെ ട്രെയിലർ ഇറങ്ങി അതിലൊരു സീൻ ഇങ്ങനെയുണ്ട് എന്ന് കണ്ടുകൊണ്ട് ഗീതു മോഹൻദാസ് സ്ത്രീവിരുദ്ധിയാണ്, ഗീതു മോഹൻദാസിൻ്റെ ഫെമിനിസം അറബികളിൽ പോയി എന്നൊക്കെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ WCC ഇതിന് കൊടുക്കുന്ന മറുപടി, നിങ്ങൾ എന്തുകൊണ്ട് അമ്മയിലെയോ FK-ലെയോ ഇത്തരം പ്രവണതകൾ ചോദ്യം ചെയ്യുന്നില്ല? ഇവരുടെ ചോദ്യം ചെയ്യൽ മുഴുവൻ WCC ആവുന്നതുകൊണ്ടാണ്. WCC ഒരു ചാഞ്ഞ മരമാണ്. കാരണം ഇവർ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടോ എന്ന് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയിരിക്കുകയാണ് സമൂഹം, അല്ലെങ്കിൽ ഈ വിമർശകർ എന്നുള്ളിടത്താണ് അവർ ആ മറുപടി പറയേണ്ടി വരുന്നത് എന്ന് കരുതി WCC അംഗങ്ങൾക്ക് സ്ത്രീവിരുദ്ധത ഉണ്ടാവില്ല, അവരുടെ സിനിമയിൽ സ്ത്രീവിരുദ്ധത വരില്ല, ഇനി ഇറങ്ങാൻ പോകുന്ന ടോക്സിക് എന്ന സിനിമ സ്ത്രീവിരുദ്ധമാവില്ലെന്നും ഞാൻ പറയുന്നില്ല. അത് അവർക്കൊക്കെ സംഭവിക്കും. കാരണം എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ ജാതിയും സ്ത്രീവിരുദ്ധതയും ഏറിയും കുറഞ്ഞ എല്ലാ മനുഷ്യരിലും ഉണ്ട് എന്നാണ്. അത് എന്നിലും ഉണ്ട്, ഒരു പക്ഷേ ധന്യയിലും ഉണ്ടാവും, നിഷാദിലൊക്കെ ഉണ്ടാവും. നമ്മളൊക്കെ ആ സിസ്റ്റത്തിൻ്റെ ഇരകളാണ്. അത് പാട്രിയാർക്കിയുടെയും ജാതിയുടെയും ഇരകളാണ് നമ്മളെല്ലാ മനുഷ്യരും. നമ്മളിലൊക്കെ അത് ഏറിയും കുറഞ്ഞുണ്ടാവും. നമ്മളതിൽ നിന്ന് മറികടക്കാനുള്ള നമ്മുടെ ശ്രമമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലെ പുരോഗമനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.